ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്കൊരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഇപ്പം നല്ല ചൂടല്ലേ? ഇപ്പം ഈ ചൂടത്ത് നമ്മുടെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്കാണ് കേട്ടോ ഇത്. മാത്രമല്ല നമുക്ക് വെറുതെ ഉണ്ടാക്കി കുടിക്കാനും പറ്റിയ നല്ലൊരു സമ്മർ ഡ്രിങ്കും കൂടിയാണിത്. അപ്പോൾ ഈ അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാലിൽ നിന്ന് ഏകദേശം ഒരു 1/4 കപ്പോളം പാല് ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് കട്ടയൊന്നും കൂടാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഫ്ലേവറൊന്നും ചേർക്കാത്ത കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്ലേവറോട് കൂടിയ കസ്റ്റാർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇപ്പോൾ ഇവിടെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാലിൽ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതുപോലെ നല്ല തിക്കാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് റെഡിയാക്കാൻ. എന്നാലാണ് നമ്മളുടെ ഡ്രിങ്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, അതുപോലെ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒരു ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഐസ് ക്യൂബാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10 ഐസ് ക്യൂബാണ് ചേർക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അടിച്ചെടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് അടിച്ചെടുക്കുന്ന പോലെ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്, ക്രീമി പരുവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഡ്രിങ്കിന് കളറും ഫ്ലേവറും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു മിൽക്ക് മിക്സ് ചേർത്താൽ മതി. സ്ട്രോബെറി, പിസ്ത, അതുപോലെ ബദാം മിൽക്ക് മിക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെയാണ് ബദാം മിൽക്ക് മിക്സാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു യെല്ലോ കളർ കിട്ടിക്കോളൂ. ഞാനിപ്പോൾ 3 ഡ്രോപ്സാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഈ ഡ്രിങ്ക് റെഡിയാക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഈ ഡ്രിങ്കിലേക്ക് വേണ്ടത് കസ്കസാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. പിന്നെ നമ്മുടെ ഡ്രിങ്കിലേക്ക് വേണ്ടത് ആപ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരു ആപ്പിളിൻ്റെ പകുതി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കാം. പിന്നെ ഒരു പോംഗ്രനേറ്റിൻ്റെ പകുതി സീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. ഒരു വലിയ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 3/4 ഭാഗത്തോളം ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ലൂസായിട്ട് തന്നെയാണ് ഈ ഡ്രിങ്ക് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ. നമ്മൾ റെഡിയാക്കിച്ച ഡ്രിങ്കിലോട്ട് കസ്കസും ഫ്രൂട്ട്സും ചേർത്ത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിളും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പോംഗ്രനേറ്റും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മുടെ ക്ഷീണവും ദാഹമൊക്കെ മാറും ഇത് കുടിച്ചാൽ. അപ്പോൾ ഈ വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും. അപ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.